ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറേ നാളായി വീഡിയോ കേട്ടിട്ടല്ലേ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീഡിയോ ഇട്ടത് കുറച്ച് പേരുടെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബോണിയായോ, എന്തായി, ചാനൽ എങ്ങനെയാണ്, അങ്ങനെ കുറേ ചോദ്യങ്ങൾ. അപ്പോൾ ഓരോരുത്തരായിട്ട് പ്രത്യേകിച്ച് പറയാൻ വയ്യാത്തതുകൊണ്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യാമെന്ന് വെച്ചു. കുറേ നാളെ വീഡിയോ ആയിട്ടെന്ന് വെച്ചാൽ വീഡിയോ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലോങ് വീഡിയോസ് നമ്മൾ കുറേ നാളായി. അപ്പോൾ ഇന്ന് പറയാൻ വന്നതിൽ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ പുതിയതായിട്ടുള്ള ചാനലായിട്ട് വരുന്നവർക്കെല്ലാം ഒരുപാട് ഉപകാരം. ഞങ്ങൾ 1 ഇയർ കഴിഞ്ഞു ചാനൽ ഇപ്പോൾ തുടങ്ങി. ചാനൽ തുടങ്ങി അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് വരുന്നു. ആദ്യമൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ഇടുമ്പോൾ എന്താണെന്ന് പോലും അറിയാൻ വയ്യാതെ വീഡിയോ എടുക്കുന്നു, നേരെ അപ്ലോഡ് ചെയ്യുന്നു, എന്തൊക്കെയോ ചെയ്ത് കാട്ടിക്കൂട്ടി വെക്കുമായിരുന്നു. പിന്നെ നമ്മൾ ഓരോന്നോരോന്ന് ചെക്ക് ചെയ്ത് ഒരു 6 മാസം വരെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതൊക്കെ അങ്ങ് വീഡിയോ ഇടുമായിരുന്നു. വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെയോ അങ്ങ് കാണിച്ചു നോക്കുമായിരുന്നു. ആദ്യം ഷോർട്സ് എങ്ങനെ എടുക്കണം, എങ്ങനെ ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഷോർട്സിന് എന്ത് ക്യാപ്ഷൻ പോലെ നേരെ കൊടുക്കത്തില്ലായിരുന്നു. അന്ന് നമ്മൾ കുറേ വീഡിയോ ഒക്കെ ഡിലീറ്റ് ഒക്കെ ചെയ്യേണ്ടത്, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താ ചാനലിൻ്റെ നമ്മുടെ വ്യൂസൊക്കെ കുറഞ്ഞു വന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ കുറച്ച് എന്തായാലും കുറച്ച് ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. മോളുടെ വീഡിയോസൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ വന്ന് കുറേ ആയപ്പോഴത്തേന് നമ്മുടെ വീഡിയോ അത്യാവശ്യം 1K ഒക്കെ വന്നപ്പോൾ നമുക്കൊരു സന്തോഷം. കൊള്ളാലോ, അപ്പോൾ വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞു. നമ്മളങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് തുടങ്ങി. വീഡിയോ ചെയ്ത് ആദ്യം ഇത് ഇടുമ്പോൾ ഇത് ചെയ്യാൻ പറ്റുമോ, ഇത് ആദ്യം നമുക്ക് വോയിസ് തന്നെ വേറൊരു വോയിസ് തന്നെ എടുത്ത് ഇതിനകത്ത് ഇടാൻ പേടിയായിരുന്നു. കാരണം കുറേ പേര് പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഇടണം. അത് എന്താണ് നമ്മുടെ സ്വന്തം എന്ന് പോലും നമുക്ക് അറിയാൻ വയ്യല്ല. നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമ്മുടെ സ്വന്തം എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ വയ്യാതെ അതായത് പാട്ടിട്ടൂടാ, അങ്ങനെ ഇട്ടൂടാ, ഇത് എന്ത് ചെയ്യണം. ആദ്യം ഷോർട്സ് ഇടുമ്പോൾ നമ്മൾ പാട്ടൊന്നും ഇടത്തില്ല, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് ബോക്സിൻ്റെ ഇത് അങ്ങനെ റിവ്യൂ, അതായത് അങ്ങനെ കോപ്പിറൈറ്റ് ഒക്കെ വന്ന് അതൊന്നും നോക്കത്തോലില്ല, അങ്ങ് വീഡിയോ ഇടുമായിരുന്നു. എപ്പോൾ ഇടണം, ഒരു ദിവസം 4 ഷോർട്സ് ഒക്കെ അങ്ങ് ഇടുമായിരുന്നു. അന്ന് 4, 5 ഒക്കെ അങ്ങ് ഇടും. അതൊക്കെ കഴിഞ്ഞ് പക്ഷെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ടൈം ഷെഡ്യൂളിൻ്റെ കാര്യങ്ങളും അങ്ങനെ അതൊക്കെ കുറച്ച് എല്ലാം നോക്കി അതിൻ്റെ റൂൾസൊക്കെ ഒന്ന് നോക്കി കുറച്ച് ഇതൊക്കെ നമുക്ക് ചാനലിനൊരു അടുക്കും ചിട്ടയും നമ്മുടെ ചാനലിനൊരു അടുക്കും ചിട്ടയായി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ള ഓരോരോ ടെക് ചാനലുകാരുടെ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വാച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വാച്ച് ചെയ്യാൻ തുടങ്ങിയപ്പം കുഴപ്പമില്ല, നമ്മൾ ചെയ്യുന്നതിനകത്ത് കുറേ തെറ്റുകളുണ്ടെന്നൊക്കെ മനസ്സിലായി. നമ്മൾ ചെയ്തു പോയത് കുറേ തെറ്റുകളുണ്ടെന്ന് മനസ്സിലായി. അപ്പം അതെല്ലാം നമ്മൾ പെയ്യെ കുറേശ്ശെ ഒറ്റയടിക്ക് മാറ്റില്ല, പെയ്യെ കുറേശ്ശെ മാറ്റി എടുത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതിനകത്ത് കുറച്ച് നമുക്ക് പ്രശ്നങ്ങളൊക്കെ വന്നായിരുന്നു. കാരണം വീഡിയോസ് റിമൂവ് ചെയ്തപ്പോഴൊക്കെ കുറേ പ്രശ്നം വന്നായിരുന്നു. പിന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതിനകത്ത് അതായത് നമുക്ക് പിന്നെ എങ്ങനെയുള്ള കണ്ടന്റ് എടുക്കണം എന്നുള്ളതൊരിതില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യമൊക്കെ നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ കൊച്ചിൻ്റെ വീഡിയോ ഇടാമെന്ന് വെച്ച് വന്ന് തുടങ്ങിയപ്പം അതിനൊന്നും റീച്ചില്ല, പ്രൊമോഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് മാറ്റി നമ്മുടെ വീഡിയോസ് ഇട്ട്. നമ്മുടെ വീഡിയോസ് ഞങ്ങൾ കപ്പിൾസ് ആവരുത്, ഫാമിലി ഇങ്ങനെ ഇത് ചെയ്യാൻ തുടങ്ങി. അപ്പം അത്യാവശ്യം കയറി തുടങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ അത്യാവശ്യം കയറി വന്നാൻ തുടങ്ങിയപ്പോഴത്തേന് ഓരോരോ വീഡിയോ ചെയ്തു തുടങ്ങി. അത് അത്യാവശ്യം റീച്ചായി തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഓക്കെ, ഇത് തന്നെ ചെയ്ത് കണ്ടിന്യൂസ് വരാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ പുതിയ ചാനലായിട്ട് തുടങ്ങിയവരടുത്തൊക്കെ പറയാനുള്ളത്, നമ്മൾ പരമാവധി തെറ്റുകൾ, അതായത് നല്ല ഇതിൻ്റെ റൂൾസ് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചതിന് ശേഷം വീഡിയോ ഇടാൻ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് ഭാവിയിലോട്ട് അതിനെ കുറച്ച് ഭവിഷ്യത്തുണ്ടാവും. അപ്പോൾ ഇപ്പോഴേ അത് കറക്റ്റ് ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് വീഡിയോ ഇട്ട് ചെല്ലുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അത് പക്കായിട്ട്, അതായത് നമ്മുടെ ചാനലിനൊരു നീറ്റ് ആൻഡ് ക്ലീൻ പോലെ അങ്ങ് പൊക്കോളും. അങ്ങനെ പോയാൽ നമുക്കത് ഒരു സേഫ് സോണിൽ അങ്ങ് പോവാം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലും തോറും നമുക്കതൊരു കഷ്ടപ്പാടായിട്ട് വരും. ഞങ്ങൾ ഏതാണ്ട് ഒരു 6 മാസം വരെ ഒന്നും അറിഞ്ഞുകൂടാ, അതങ്ങ് ചുമ്മാ അതങ്ങ് ഇടുമായിരുന്നു.
ഇതിനെക്കുറിച്ച് എന്താണെന്ന് പോലും അറിയാൻ വയ്യാതെ. യൂട്യൂബ് ഓക്കെ യൂട്യൂബ് അങ്ങനെ ഒരു ഇതങ്ങ് വെച്ചങ്ങ് ഇട്ട്. പിന്നെ ഓരോന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങി. പഠിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ വീഡിയോ വരെ എഡിറ്റ് ചെയ്യാൻ. എന്നാലും നമ്മൾ ഇപ്പോഴും പെർഫെക്ഷൻ ആണെന്നൊന്നും പറയുന്നില്ല വീഡിയോ എഡിറ്റിംഗ്. വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ അതിനെങ്ങനെ ചെയ്യണമെന്നൊക്കെ പഠിച്ചിട്ടിടാൻ തുടങ്ങി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലായി ഇതിങ്ങനെ ഇട്ടാലേ നമ്മുടെ എന്താ സബും ഇതെല്ലാം കൂടും. നമ്മുടെ ലൈക്കും നമ്മുടെ ലൈക്ക് ചെയ്യുമ്പോൾ നമുക്കൊരാൾ ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കമൻ്റ് ഇടുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ പിന്നെ യൂട്യൂബിൽ നിന്ന് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെയും കിട്ടി. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട്. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത് നമ്മൾ പരമാവധി റൂൾസ് ആൻഡ് റെഗുലേഷൻ അതായത് യൂട്യൂബിൻ്റെ പോളിസിയൊക്കെ നോക്കി വീഡിയോസ് ചെയ്താൽ നമുക്ക് ഒരുപാട് ഗുണമുണ്ടാവും. അതുകൊണ്ട് ഇതെല്ലാം നോക്കി അതായത് നമ്മൾ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കി വീഡിയോ ഇടാൻ നോക്കുക. പറ്റുന്നവർ ഞാൻ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്തു തരാം, അല്ലെ പറഞ്ഞു തരാം. അപ്പം നമുക്ക് ഇപ്പം നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ ഒരു പുതിയ ചാനൽ തുടങ്ങാനിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ കണ്ടന്റുകളൊക്കെ ചെയ്ത് പരമാവധി അതായത് നിങ്ങളുടേതായ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ചെയ്യുക. അതായത് യൂട്യൂബിൻ്റെ റൂൾസ് കറക്റ്റ് നമ്മൾ റൂൾസ് കറക്റ്റ് ആയിട്ട് നോക്കിക്കൊണ്ട് ചെയ്യാമെങ്കിൽ മറ്റൊരാളുടെ വീഡിയോ അതുപോലെ അപ്ലോഡ് ചെയ്യാതെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇംപ്രവൈസേഷൻ ചെയ്തിട്ട് നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ അതിനകത്തിട്ട് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. അപ്പം നമുക്ക് നമ്മുടേതായ ഫാമിലി മെമ്പേഴ്സിനെ കിട്ടും. നമുക്ക് ഒരുപാട് നമ്മൾ ഇതിനു വേണ്ടി താമസിച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നമുക്കത് വിജയത്തിലെത്താൻ കഴിയും. അതുകൊണ്ട് പരമാവധി നമ്മൾ ഈ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ മോണിറ്റേഷൻ ആയോ ഇല്ലയോ എന്നുള്ള ഒരുപാട് പേര് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മോണിറ്റേഷൻ ഞങ്ങൾ കറക്റ്റ് ഇതേന്നും പറഞ്ഞു ഇതിന് നല്ല ആക്റ്റീവായിട്ട് ഞങ്ങൾ ഒരു ഒക്ടോബർ തൊട്ടാണ് ഇപ്പോൾ ഒരു 5 മാസമായത് കാണത്തുള്ളൂ അല്ലേ. ചാനൽ തുടങ്ങി 1 വർഷം കഴിഞ്ഞാൽ ഒരു 5 മാസം ആയി കാണത്തുള്ളായിരിക്കും ഞങ്ങൾ ഇതിനു വേണ്ടി നല്ല ഹാർഡ് വർക്ക് എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഹാഫ് മോണി കഴിഞ്ഞ് അപ്പോൾ അതൊന്നും കുഴപ്പമില്ലാതെ പോയി. ഇപ്പോൾ ഫുൾ മോണിക്കുള്ള ഇത് ഏകദേശമായി നമുക്കിപ്പം കൊടുക്കാൻ പറ്റുമായിരിക്കും. ഒരു 2 ആഴ്ചക്കുള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്യും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പം എല്ലാവരും പുതിയ ചാനലായിട്ട് തുടങ്ങിയവരെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് കുറച്ച് നമുക്കിത് വേണം എന്നുള്ള ആഗ്രഹത്തോടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടേതായ വീഡിയോസ് ചെയ്ത് കയറുക. പരമാവധി യൂട്യൂബിൻ്റെ റൂൾസ് കറക്റ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോസിനിടയിൽ കമൻറ്റ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് വീഡിയോസായിട്ട് ചെയ്ത് തരണമെങ്കിൽ ചെയ്യാം. ഞങ്ങൾ ഇത്രയും എങ്ങനെ ചെയ്ത് കൊണ്ടുവന്നു, എന്തെങ്കിലും ഡൗട്ട് നമ്മൾ ചെയ്തതിൻ്റെ അതായത് നമ്മൾക്ക് ഇത്രയും സബ് കൂട്ടാനും വീഡിയോസ് കയറ്റാനും നമ്മൾ ചെയ്ത എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നമ്മുടെ ചെയ്ത രീതിയിൽ പറഞ്ഞുതരാം. അപ്പം നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പരമാവധി നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ നമുക്ക് ലൈക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ ഏത് വീഡിയോസ് കണ്ടാലും നമ്മൾ ഫസ്റ്റ് ചെയ്യാവുന്ന നമ്മുടെ ചാനലിൽ അവർക്കൊരു ലൈക്ക്. നമ്മൾ എന്തൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും വീഡിയോസ് ചെയ്യുന്നത്. അപ്പം വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. പുതുതായിട്ടുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇനി ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും അറിയേണ്ടതുള്ളതുണ്ടെങ്കിൽ നമ്മളത് വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. എന്തായാലും 1-2 വീഡിയോസും കൂടെ ഇതിൻ്റെ ബാലൻസ് ഇതായിട്ടുള്ളത് വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും